ഹായ് ഗൈസ്. ഇപ്പം മലബാർ ഫൈസൽക്കാണ് ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം കത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? മൂപ്പരൊരു വിഷയം. അത് സംഭവം മൂപ്പർക്ക് പറ്റിയ ഒരു ചെറിയ കയ്യബദ്ധം. അത്രയേ ഉള്ളൂ. അത് മൂപ്പരത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. സോറി പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് പോയതാണ്. മൂപ്പർക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. മൂപ്പരാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഫൈസൽ ഖാൻ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ തെറ്റിദ്ധരിപ്പിച്ച ആളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ വേറൊരു അവസരത്തിൽ അതിനെപ്പറ്റി എതിർത്ത് അതിന് എതിരെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയേണ്ട വേറൊരു അവസരമായിരുന്നു അത് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഫൈസൽക്ക ആ പോസ്റ്റ് ഇട്ട സമയം അതല്ലായിരുന്നു. അവിടെയാണ് ഫൈസൽക്ക പിഴച്ചത്. ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൂപ്പരെ കല്ലെറിയാൻ കാത്തിരുന്ന കുറച്ച് ആൾക്കാർ കിട്ടിയ ചാൻസ് അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കത്തി കത്തി പോകുന്നത്. അതിൽ കൂടുതലൊന്നും ഈ വിഷയത്തിലില്ല. ആര് ചെന്നാലും അത് എന്താണ് വിഷയം എന്ന് കേട്ട് പരിഹരിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു ന്യൂസിൽ വന്ന വാർത്തയാണ്. ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങിയ ഒരു ഫാമിലി വീട് ജപ്തി ആയിട്ട് അവർക്ക് ഒരു വീടടക്കം ഫൈസൽക്ക വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തിനും പിന്നെ നാട്ടുകാർക്ക് വേണ്ടി സഹായിക്കുന്ന, ആർക്ക് വേണ്ടിയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഫൈസൽക്ക. സാധാരണക്കാരനായതുകൊണ്ടാണ് വേറൊരാള് എന്തോന്ന് വന്നു പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊന്നും ചിന്തിക്കാതെ പോസ്റ്റ് ഇട്ടത്. സാധാരണക്കാരനായതുകൊണ്ടാണ്. മറ്റല്ലാതെ മൂപ്പര് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ലെവലിലുള്ള ആളാണ്, ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ക്ഷമാപണം നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് അങ്ങനെ ഒരു പോസ്റ്റ് ഇടില്ലായിരുന്നു. അപ്പോൾ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് വേറെ ഒന്നും ചിന്തിച്ചില്ല. മൂപ്പര് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. പിന്നെ ആദില നൂറ എന്ന് പറയുന്നത്, ആദില ആലപ്പുഴക്കാരിയും നൂറ കോഴിക്കോട് താമരശ്ശേരിക്കാരിയാണ്. നൂറയെ സംബന്ധിച്ചിടത്തോളം അവളെ നാട്ടിൽ ഒരു ഹൗസ് വാമിങ്ങിന് പങ്കെടുക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ് അത്. അത് അവള് വന്ന് പങ്കെടുത്തു, ഹാപ്പിയായി പോയി. അവൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആയിരുന്നു അത്. അപ്പം ആ നാട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം. കാരണം നൂറ അവിടെ വന്നത് ഇഷ്ടപ്പെടാത്ത ആരോ ആണ് ഫൈസൽ ഖാനെ തെറ്റിദ്ധരിപ്പിച്ചതെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നൂറയുടെ നാടാണ് താമരശ്ശേരി, കോഴിക്കോട് എന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ് നൂറ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നാട്ടിലുള്ളവർക്ക് എങ്ങനെയായാലും എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം. അവർ ഫൈസൽഖാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അവിടെയുള്ള ആരെങ്കിലും ഫൈസൽഖാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഈ വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഫൈസൽക്ക് ഇപ്പോൾ എയറിലാണ്. ഇനി എപ്പം തിരിച്ചു വരുമെന്ന് ആർക്കറിയാം.